Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 7y² minus 11/3y minus 2/3 and verify the relationship between the zeros and the coefficients. ഇത് പോളിനോമിയൽ എന്ന ചാപ്റ്ററിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്യണം. ആദ്യം നമുക്ക് ഈ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കാം. അതായത് P of y equals to 7y² minus 11/3y minus 2/3. ഇവിടെയുള്ള വേരിയബിൾ വൈക്ക് ഏത് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് P of y equals to 0 കിട്ടുന്നത്, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി P of y equals to 0, then 7y² minus 11/3y minus 2/3 ഈക്വൽസ് ടു 0. ഇനി ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്റേഴ്സ് നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്യാം. അതിനായിട്ട് എല്ലാ ടേംസും 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 7y² minus 3 into 11/3y minus 3 into 2/3. 3 into 7y² is 21y² minus ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. അപ്പോൾ 11y എന്ന് കിട്ടും. ഇവിടെയും ഈ 3യും ഈ 3യും ക്യാൻസൽ ആവും. അപ്പോൾ -2 ഈക്വൽസ് ടു 0. ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ. ഇനി ഇത് ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം. y² കോഎഫിഷ്യൻറ്റും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 21 into -2 നോക്കാം. അപ്പോൾ -42 എന്ന് കിട്ടും. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് നമുക്ക് -42 എന്ന് കിട്ടണം. അതിന്റെ സം നമുക്ക് -11 എന്ന് കിട്ടണം. -42 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 42വിന്റെ ഫാക്ടേഴ്സ് നോക്കാം. 42 equals to 1 into 42, 2 into 21, 3 into 14, 6 into 7. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 42 ആയിരിക്കും. ഇതിൽ ഏതെല്ലാം ആഡ് ചെയ്താലും -11 കിട്ടുമെന്നാണ് നോക്കേണ്ടത്. 1 + 42 എന്തായാലും പറ്റില്ല. 42 + 1 43 ആണ്. 42 - 1 ആണെങ്കിൽ 41 ആയിരിക്കും അല്ലേ. 2 into 21, ഇതിൽ 21ഉം 2ഉം എടുക്കാം. 21 + 2 ആണെങ്കിൽ 23 ആണ്. 21 - 2 19 ആണ്. 3 + 14 17 ആണ്. 14 - 3 is 11. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റിങ്ങിനായിട്ട് ഈ നമ്പേഴ്സ് എടുക്കാം. 21y² plus 3y minus 14y minus 2 equals to 0. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് +3യും -14ഉം ചെയ്തതെന്നറിയോ? നമുക്ക് -11 ആണ് വേണ്ടത്. വലിയ നമ്പറിന്റെ കൂടെ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിലായിരിക്കും ആൻസർ നെഗറ്റീവായിട്ട് വരുന്നത്. -14 + 3 ഈസ് -11. അതിനു വേണ്ടിയാണ് ഇവിടെ നെഗറ്റീവ് ആക്കിയത്. മനസ്സിലായല്ലോ. 21y² plus 3y, ഇതിൽ നിന്നും 3y കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇൻറ്റു 7y plus 1. 3y കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ 1 എന്ന് എഴുതിയാൽ മതി. 3y കോമൺ ആയിട്ട് പുറത്തെഴുതിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ 1 മതി. ഇനി ഈ രണ്ട് ടേംസ് നോക്കാം. ഇതിൽ നിന്ന് -2 നമുക്ക് പുറത്തെടുക്കാം. ഇൻറ്റു 7y plus 2 ഈക്വൽസ് ടു 0. ഇവിടെ നമുക്ക് -2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 7y plus 1 ഈക്വൽസ് ടു 0. അപ്പോൾ 3y minus 2 7y plus 1 ഈക്വൽസ് ടു 0. 3y - 2ഉം 7y plus 1 ആണല്ലോ 2 ഫാക്ടേഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിലായിരിക്കും ആൻസർ 0 ആവുന്നത്. ഇഫ് 3y - 2 ഈക്വൽസ് ടു 0, 3y equals to 2, y equals to 2/3. Also, if 7y plus 1 equals to 0, 7y equals to -1, y equals to -1/7. ഇപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിന്റെ 2 zeros ആണ് കിട്ടിയിട്ടുള്ളത്. y equals to 2/3 and y equals to -1/7. If alpha and beta are 2 zeros of this polynomial, alpha equals to 2/3 and beta equals to -1/7. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സോൾവ് ചെയ്തതനുസരിച്ച് ആൽഫ ഈക്വൽസ് ടു 2/3 ആൻഡ് ബീറ്റ ഈക്വൽസ് ടു -1/7. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു -b/a. LHSഉം RHSഉം ഒന്ന് സോൾവ് ചെയ്യാം. ഇവിടെ LHS ആൽഫ പ്ലസ് ബീറ്റയാണ്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു 2/3
പ്ലസ് -1/7. ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആവാനായിട്ട് നമുക്ക് LCM നോക്കാം. 3 × 7 is 21. കോമൺ ഡിനോമിനേറ്റർ ഇവിടെ എഴുതി കൊടുക്കാം. ഇനി 2 × 7 പ്ലസ് -1 × 3 ഈക്വൽസ് ടു 2 × 7 is 14. -1 × 3 is -3/21 equals to 14 minus 3 is 11/21. ഇനി നമുക്ക് RHS നോക്കാം. RHS equals to -B/A. എയും ബിയും സിയും ഒക്കെ എന്തായിരുന്നു? നമ്മുടെ പുതിയൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്നത് 21, ബി -11, സി -2. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതി കൊടുക്കാം. എ ഈക്വൽസ് ടു 21, b equals to -11, c equals to -2. നെഗറ്റീവ് b എന്നാൽ നെഗറ്റീവ് ഓഫ് -11/21 ഈക്വൽസ് ടു നെഗറ്റീവ് ഓഫ് -11 ഈസ് 11/21. ഇവിടെ LHS സോൾവ് ചെയ്തപ്പോൾ 11/21 ആണ് കിട്ടിയത്. RHS സോൾവ് ചെയ്തപ്പോഴും 11/21 ആണ് കിട്ടിയത്. അപ്പോൾ LHS ഈക്വൽസ് ടു RHS. ഇനി അടുത്ത റിലേഷൻ നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽസ് ടു C/A നോക്കാം. LHS ഈക്വൽസ് ടു ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ 2/3 ആണല്ലോ. 2/3 ഇൻറ്റു ബീറ്റ -1/7 മൾട്ടിപ്ലൈ ചെയ്യാം. 2 × -1 is -2/3 × 7 is 21. ഇനി RHS നോക്കാം. RHSൽ C/A ആണല്ലോ. C ഈസ് -2, A ഈസ് 21. -2/21. ഇവിടെ നമുക്ക് LHS സോൾവ് ചെയ്തപ്പോൾ -2/21 ആണ് കിട്ടിയിട്ടുള്ളത്. RHS സോൾവ് ചെയ്തപ്പോൾ -2/21 തന്നെ കിട്ടി. അപ്പോൾ LHS ഈക്വൽസ് ടു RHS. അപ്പോൾ നമ്മളിവിടെ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് ടു -B/A എന്ന റിലേഷനും ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽസ് ടു C/A എന്ന റിലേഷനും വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതി ഈ ആൻസർ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നാളെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.